ആലപ്പുഴ മുഹമ്മയിൽ റോഡിനോട് ചേർന്നൊരു ഇരുനില വീട് കാണാം. വീടിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു വ്യത്യസ്തത. ദ ആർമി ഹൗസ്. വീടിന് ആർമി ഹൗസ് എന്നൊരു പേരോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ വീട്ടിലെല്ലാരും ആർമിക്കാരാണ്. കേണലായി വിരമിച്ച ജയരാജന്റെയും സൈനിക സ്കൂൾ അധ്യാപികയായിരുന്ന ചാന്ദിനിയുടെയും വീടാണ് ദ ആർമി ഹൗസ്. ഏകമകൻ ജിക്കിയും സൈന്യത്തിൽ മേജറാണ്. ദ ആർമി ഹൗസിലെ 3 തലമുറയിൽപ്പെട്ടവരും ആർമി ഉദ്യോഗസ്ഥർ. അത് ഞങ്ങളുടെ ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരുന്നു. ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പല വീട്ടുപേരുകളൊക്കെ ഇത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഡെയിലി. അപ്പോൾ എൻ്റെ വൈഫാണ് ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞത്, നമ്മളൊരു 3rd ജനറേഷൻ ആർമി ഓഫീസർ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അപ്പോൾ നമുക്ക് ആർമിയിൽ നിന്ന് ഇട്ടാൽ എന്താണെന്ന്. അപ്പോൾ ഇറ്റ് സ്ട്രക്ക് us. Yes, it is true. I was actually feeling bad that why didn't it come to my mind earlier. അതായിരുന്നു എനിക്കൊരു ഇത് തോന്നിയത്. Then we immediately decided, yes, that is the right. പക്ഷേ ദി ആർമി ഹൗസ് എന്ന് പറയുന്നത് ആർമിയിൽ ഞങ്ങളുടെ സർവീസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർമി ഹൗസ്, നേവി ഹൗസ്, എയർഫോഴ്സ് ഹൗസ് എന്നൊക്കെ പറയുന്നത് ആ സ്റ്റേഷനിലുള്ള കമാൻഡറിന്റെ വീടിന്റെ പേരിനാണ് പറയുന്നത്. സാധാരണ അത് സിവിൽ സർക്കിളിൽ ആരും ഉപയോഗിക്കാത്ത ഒരു പേരാണ്. അപ്പം ഞങ്ങളിപ്പോഴും ഇവിടെ 15th ഓഗസ്റ്റിനും 26th ജനുവരിക്കൊക്കെ ഞങ്ങൾ ഫ്ലാഗൊക്കെ റേസ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഈ ഗണ്ണിൻ്റെ ഫ്രണ്ടിലായിട്ട്. അത് ഇറ്റ് ഈസ് മോർ ഓഫ് എൻ ഇമോഷൻ ദാൻ ഷോ ഓഫ് എൻ ഇമോഷൻ. അത് ഇറ്റ് ഈസ് മോർ ഓഫ് അവർ പേഴ്സണൽ ഫീലിംഗ്സ്. പേര് പോലെ തന്നെ ഈ വീട്ടിലെ എല്ലാത്തിനും ഉണ്ടൊരു ആർമി ടച്ച്. പൂന്തോട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പഴയ മിലിറ്ററി സിംബലായ ക്യാനൻ. വീടിന്റെ പേരും മുറ്റത്തെ ക്യാനനും കാണുന്നവർക്ക് ഇത് മിലിറ്ററി ഏരിയ ആണോ എന്ന് തോന്നിപ്പോയാൽ തെറ്റു പറയാൻ പറ്റില്ല. ഈ സംശയവുമായി ചിലരൊക്കെ എത്താറുമുണ്ട്. ധാരാളം പേര് വരാറുണ്ട് ഇവിടെ. അവർ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും, ഇവിടെ എന്താ ആർമി ഹൗസ്, ഇവിടെ ആർമി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അത് കൂടാതെ ആർമി, നേവി, എയർഫോഴ്സിൽ സെർവ് ചെയ്തവരുമൊക്കെ വന്നിട്ട് ഇതെന്താ ഇവിടെ ഈ ആർമി ഹൗസ് എന്ന് വന്നിരിക്കുന്നത്, ഇവിടെ വല്ല കമാൻഡേഴ്സുമാണോ താമസിക്കുന്നതെന്ന്. അല്ല, കാരണം ഈ ക്വാർട്ടേഴ്സ് കിട്ടുന്നവരെ ചിലപ്പോൾ ഞങ്ങൾക്ക് പുറത്തൊക്കെ താമസിക്കേണ്ടി വരുമായിരിക്കും. അപ്പം അങ്ങനെ വല്ല ആണോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഒരു പുതുമയായിരുന്നു. ഈ നാട്ടിലെ ആർമി എന്ന് പറയുന്നത് അവർക്ക് വലിയ പരിചയമൊന്നുമില്ല ആർമി കാര്യങ്ങളോടൊക്കെ. അപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇതെന്താണ് ആർമി ഹൗസ്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ആർമി ഹൗസ്. പിന്നെ അവർ വീടിൻ്റെ അകത്ത് വരുമ്പോൾ ആ ഗണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഇത് റിയൽ ഗണ്ണാണ്, ഇത് ഫയർ ചെയ്യാനൊക്കെയോ. ആ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് ചോദിക്കും, ആരോക്കെ പറഞ്ഞു ഇവിടെ ഗണ്ണ് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡാമേജ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്. 37 വർഷം രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യ, സൈനികന്റെ അമ്മ. അതൊക്കെ കൊണ്ടാകാം പുത്തനൊരു വീട് വെച്ചപ്പോൾ ദ ആർമി ഹൗസ് എന്ന് മനസ്സിൽ തോന്നിയതെന്ന് ചാന്ദിനി തന്നെ പറയുന്നു. ഞാനൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ ഇവര് സജസ്റ്റ് ചെയ്യാതെ എനിക്ക് പറ്റൂലല്ലോ എന്ന്. അവരതിന്റെ എല്ലാം അത് ഇടാൻ പറ്റുന്ന പേരാണോ എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അവർ അങ്ങോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഐ എം റിയലി പ്രൗഡ് ഓഫ് ആൻ ആർമി വൈഫ് ആൻഡ് ആർമി മദർ. 2 ഡെസിഗ്നേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ആർമിയിൽ നിന്ന് തന്നെയാണ്. ഒരു ആർമി ഓഫീസറിന്റെ അമ്മയാണ്, ഒരു ആർമി ഓഫീസറിന്റെ വൈഫും ആകാൻ പറ്റി. അതിൽ വലിയ ഭാഗ്യമൊന്നുമില്ലല്ലോ. വീടിൻ്റെ ആണെങ്കിൽ അത് നമുക്ക് ആ ലൈഫ് കണ്ടൊക്കെ നമുക്കത് മനസ്സിലാക്കുമ്പോൾ അത് ആ ഒരു ലൈഫ് ജീവിതത്തിൽ കിട്ടിയല്ലോ എന്നൊരു ഭാഗ്യമാണ് നമുക്ക്. അത് പുറത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫൊന്നും. അവിടെ നമ്മളെല്ലാം അറിഞ്ഞ് നമ്മളൊക്കെ ആർമി അറിയുന്നുണ്ട്, നമുക്ക് അതിൻ്റെതായ വാല്യൂ തരുന്നുണ്ട് അവിടെ. കാർഗിൽ, ഓപ്പറേഷൻ മേഘദൂത്, അങ്ങനെ രാജ്യത്ത് തന്നെ നിർണായകമായ പല സൈനിക ഓപ്പറേഷന്റെയും ഭാഗമായിട്ടുണ്ട് കേണൽ ജയരാജ്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം വാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ. വി ആർ ട്രെയിൻഡ് ഫോർ ഫൈറ്റിംഗ് എ വാർ ത്രൂ ഔട്ട്. വാറിന് പ്രത്യേകിച്ച് എന്താണ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം ഡേഞ്ചേഴ്സ്, ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻസ് ഞങ്ങൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ് കാണുന്നതാണ്. ഏതൊക്കെ സിറ്റുവേഷൻസ് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ കൗണ്ടർ ഇൻസർജൻസി, മിലിറ്റൻസ്, ടെററിസ്റ്റിൻ്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ വളരെ അടുത്ത് വെച്ച് ഞങ്ങൾക്ക് എൻകൗണ്ടേഴ്സ് ഉണ്ടാകാറുണ്ട്. നിങ്ങളിരിക്കുന്ന അത്രയും ദൂരത്തിനകത്ത്
എൻകൗണ്ടേഴ്സൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിൽ ഞങ്ങൾക്ക് ഡെയിലി അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകാറുണ്ട്, എൻകൗണ്ടേഴ്സ് ഉണ്ടാകാറുണ്ട്. ആംബുഷസിൽ ഞങ്ങൾ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് കിഷ്ത്വാറിലും ഡോഡയിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാറുണ്ടല്ലോ, പൂഞ്ചിലും ഒക്കെ. അതൊക്കെ ഞങ്ങൾ പേഴ്സണലായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂടെയുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ടൊരു പേടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇന്നുവരെ മനസ്സിൽ വന്നിട്ടില്ല. ഈ ആർമി ഹൗസിലുള്ളവർക്ക് പറയാനുള്ളത് മുഴുവൻ പട്ടാള വിശേഷങ്ങളാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.